കളിപ്പാട്ടമാണു ഞാൻ. കാരണം ഹലീമ സഅദിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ തൊട്ടിലിൽ കിടന്നാടുന്ന നേരത്ത് മേലെ ചന്ദ്രൻ കിടന്ന് ആടിക്കളിക്കുന്നു. ആ ബനൂ സഅദ് ഗോത്രക്കാര് വന്നു നോക്കി, എന്തേ ചന്ദ്രൻ ഇങ്ങനെ ആടിക്കളിക്കുന്നത് ഇവിടെ മേലെ? അപ്പോഴാണ് ശൈമാഇന്റെ കൈ മുസ്തഫായുടെ തൊട്ടിലാട്ടുകയാണ്. അന്ന് കുഞ്ഞിളം പൈതലാണ് മുഹമ്മദ് മുസ്തഫ. വാബി അമ്മ യുസ്തസ്ഖൽ അമാമു ലിവജ്ഹിഹി സിമാലുൽ യതാമ ഇസ്മത്തുൽ ലിൽഅറാമിലി. മുഖം കാണുമ്പോഴറിയാം മേഘത്തിന് പെയ്തിറങ്ങണമെന്ന്, അവിടുത്തെ മേനി കാണുമ്പോഴറിയാം സൂര്യന് ചൂട് തട്ടിക്കൂടാന്ന്. ഉടനെ മേഘം വന്ന് തണലിടുകയാണ്. കാണുമ്പോഴറിയാം ചന്ദ്രന് എന്നെ തോൽപ്പിക്കുന്ന പ്രകാശമാണ് ഹബീബിന്റെ മുഖത്തുള്ളതെന്ന്. അപ്പോഴല്ലേ ചന്ദ്രൻ പറഞ്ഞത്, മേ ഹുസൂർ കി ഖിലൗനാഹോ, ഞാൻ റസൂലുള്ളാഹിന്റെ കളിപ്പാട്ടമാണ്. അപ്പോൾ ബലൂൺ കളിപ്പാട്ടമായി ആടിക്കളിക്കണമെങ്കിൽ മേലെ കിടക്കണം. അങ്ങനെയാണ് ഞാൻ മേലെ വരുന്നത്. അപ്പോഴും എനിക്കൊരു നാണമുണ്ട്, ഞാൻ റസൂലുള്ളാഹിന്റെ മേലെയല്ലേന്ന്. ഉടനെ ഞാൻ താഴേക്കിറങ്ങും. കല്ലുർജൂനിൽ ഖദീം, ഒരു നാരുപോലെ നേർത്തുപോകുന്നത് ഹബീബിനോടുള്ള ആദരവാണ്. പ്രാപഞ്ചീകരണത്തിന്റെ ശകലങ്ങളാകമാനം പ്രണയം കൊണ്ട് ചുംബനം കൊടുത്ത അനുരാഗത്തിന്റെ രാജാവാണ് മദീനയിലെ നേതാവ്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, കൽബിൽ നിന്ന് പ്രഭവിക്കുന്ന പ്രണയമേ മദീനയിലേക്ക് സലാം. ഉള്ളിൽ നിന്ന് നിർഗളിക്കുന്ന അനുരാഗമേ മദീനയിലേക്ക് സലാം. കൽബിൽ നിന്ന് ജ്വലിക്കുന്ന പ്രണയത്തിന്റെ ചുംബനങ്ങളെ മദീനയിലേക്ക് സലാം. എന്റെ ജീവൻ ഫിദാ, എന്റെതെല്ലാം ഫിദാ, വറൂഹി ഫിദാ ലിറസൂലില്ലാഹ്. റസൂലുള്ളാഹിക്ക് ദണ്ഡമാണ് എന്റെ ജീവിതമെന്ന് പറഞ്ഞ ജഅഫർ തയ്യാറിനെ അറിയില്ലയോ? ഹബീബാണ് എന്റെ ഇഷ്ടമെന്ന് പറഞ്ഞ മുആദ് ഇബ്നു ജബലിനെ അറിയില്ലയോ? ഹബീബാണ് എന്റെ വികാരമെന്ന് പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു റവാഹയെ അറിയില്ലയോ? എനിക്കെല്ലാം മുസ്തഫയാണെന്ന് പറഞ്ഞ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ അറിയില്ലയോ? എനിക്ക് പറയാനറിയില്ല, ആരോഗ്യമില്ല, ഭാഷയില്ല, ഭാവനയില്ല, വിവരമില്ല, വിജ്ഞാനമില്ല. मैं झूम रहा हूँ मदीने की गली में झूम रहा हूँ. ഞാൻ മദീനയുടെ ഗലിയിൽ ഇഴയുകയാണ്. കാരണം എന്റെ സർപ്പറസ്തി ഹേ ഇദർ, എല്ലാം ഇവിടെയാണ്, മദീനയിലാണ്. മദീനയുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ, ലോകത്തിന്റെ രാജാവ് അഹ്മദ് മുജ്തബ സല്ലല്ലാഹു അലൈഹി വസല്ലം.